വർത്തമാനകാലം നമ്മളെല്ലാവരും ആസ്വദിക്കുന്നുണ്ടെങ്കിലും നാളെ എന്ത് സംഭവിക്കുമെന്ന ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും. ഉറങ്ങിയാൽ എഴുന്നേൽക്കുമെന്നോ എന്നതുപോലും മുൻകൂട്ടി അറിയില്ല. അതുകൊണ്ട് തന്നെ ഭാവിയും ഭൂതവുമെല്ലാം അറിയാൻ മനുഷ്യർക്ക് താല്പര്യമുണ്ട്. മുഖം നോക്കി ലക്ഷണം പറയുന്നവരെ കണ്ടാൽ ആദ്യം ഒന്ന് തിരിഞ്ഞു പോകുമെങ്കിലും മനസ്സ് പിന്നോട്ട് വലിക്കും. അതൊന്ന് കേട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നൽ വരും. തിരിഞ്ഞു നോക്കാതെ പോയാൽ പിന്നിൽ നിന്ന് വിളിക്കും. എന്നിട്ട് അവർ എന്തെങ്കിലും മെറിഞ്ഞു നോക്കും. കൊണ്ടാൽ കൊള്ളും. കൊണ്ടവൻ അവിടെ നിൽക്കും. കൊള്ളാത്തവന് ഭാവി വേണ്ട എന്നും അർത്ഥമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പ്രവചിക്കുന്നവർക്ക് കിട്ടുന്ന മതിപ്പ് സ്വല്പം കൂടുതലാണ്. പ്രവചിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും അതുപോലെ സംഭവിച്ചാൽ പിന്നെ അവർ ജനകീയനായി. അത്തരത്തിൽ കുറച്ചു ദിവസമായി ഒരു പ്രവചനം ചർച്ചയാവുന്നുണ്ട്. പ്രശസ്ത ബൾഗേറിയൻ പ്രവാചക ബാബ വങ്കയോട് ഉപമിക്കുന്ന ജപ്പാൻ പ്രവാചക നടത്തിയ പ്രവചനങ്ങളാണ് ഇപ്പോൾ വിഷയം. കോമിക് കലാകാരിയും പ്രവാചകയുമായ റിയോ തൽസുകിയാണ് കൃത്യമായ പ്രവചനങ്ങളുടെ പേരിൽ പ്രശസ്ത. പുതിയ ബാബ വങ്ക എന്നറിയപ്പെടുന്ന തൽസുകി ഫ്രെഡി മെർക്കുറിയുടെയും രാജകുമാരി ഡയാനയുടെ മരണവും 2011 കോബി ഭൂകമ്പവും COVID-19 പാൻഡമിക് തുടങ്ങിയ സംഭവങ്ങളും മുൻപ് പ്രവചിച്ചിട്ടുണ്ട്. 2011 ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെയാണുള്ളത്. അതിൽ പറയുന്ന ദിവസം തന്നെയാണ് ആ ദുരന്തങ്ങൾ ഉണ്ടായത് എന്നതാണ് മറ്റൊരു കൗതുകം. ദി ഫ്യൂച്ചർ അസ് ഐ സീ ഇറ്റ് എന്ന തന്റെ പുസ്തകത്തിൽ 2020 ഏപ്രിലിൽ അജ്ഞാതമായ ഒരു വൈറസ് അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുമെന്ന് അവർ പ്രവചിച്ചു. പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും ഒരു ദശാബ്ദത്തിന് ശേഷം വീണ്ടും വരികയും ചെയ്യുമെന്നും പ്രവചനമുണ്ട്. 2030 കൂടുതൽ വിനാശകരമായ മറ്റൊരു വൈറസ് ഉണ്ടാകുമെന്ന് അവർ ഇപ്പോൾ പ്രവചിക്കുന്നു. അത് നിരവധി മരണങ്ങൾക്ക് കാരണമാക്കുമെന്നും പറയുന്നുണ്ട്. 2025 ജൂലൈയിൽ ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്നും തൽസുകി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈ 5 പുലർച്ചെ 4:18 വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ തൽസുകിയുടെ പ്രവചനം. ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനിടെ 500ഓളം ചെറു ഭൂചലനങ്ങൾ ടൊകാര ദ്വീപിനെ പിടിച്ചു കുലുക്കിയ വാർത്തകളും വരുന്നുണ്ട്. ഭൂചലനത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ ദ്വീപിൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 6 തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായതെന്ന് അധികൃതർ പറയുന്നു. എന്തായാലും ജൂലൈ 5 ആവാൻ ഇനി അധിക ദിവസമൊന്നുമില്ല. പ്രവചനം സത്യമാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്തൊക്കെയായാലും പ്രകൃതി ദുരന്തം വിതയ്ക്കുന്ന നാശത്തിന്റെ ആഴവും വ്യാപ്തിയും വളരെ വലുതാണ്. അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.